ഹലോ, അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വൈക്കത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് കൂടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളും കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ ഇതാ നമ്മൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് പോകാനുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വടയർ സമൂഹം ഓഡിറ്റോറിയത്തിലേക്കാണ്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് വന്നപ്പോഴേക്കും താലത്തിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പേരൊക്കെ കൂടി ചേർന്ന് താലത്തിനൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ബ്രൈഡിനെയും ഗ്രൂമിനെയും കൂടെ വെൽക്കം ചെയ്ത് സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ്. ആ ഒരു എൻട്രിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ നല്ല സുന്ദരിമണികളായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ മെയിൻ താരങ്ങളും പുറകെ വരുന്നുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു താലികെട്ടും. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചധികം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വരില്ല എന്ന് കരുതിയെങ്കിലും നമ്മൾ ചേച്ചിക്കൊരു സർപ്രൈസ് കൊടുത്തു. ഗൈസ്, അപ്പോൾ ഇതാ നമ്മുടെ ബ്രൈഡും ഗ്രൂമും എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരും അവരുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിതാ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുവാണ്. ഭക്ഷണം വിളമ്പുന്ന ചേച്ചിമാരായാലും വലിയ കാര്യമായിട്ട് തന്നെയായിരുന്നു കേട്ടോ നമ്മളോടുള്ള സമീപനം. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ദാ ഇവളുമാരും ഞാനും ഉൾപ്പെടെ വിശന്ന് പൊരിഞ്ഞിരിക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നല്ലൊരു സദ്യയും 2 കൂട്ടം പായസവും ഒക്കെ കഴിച്ചു. തിരിച്ചു വരുന്ന വഴി നമ്മൾ ക്ഷേത്രത്തിലും കൂടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഗൈസ്, വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ തന്നെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യാൻ തോന്നും. കുറച്ച് നേരമെങ്കിലും നമ്മൾ ആ അമ്പല പരിസരത്ത് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. എൻ്റെ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹം കൂടിയാണ് സാധിച്ചു കിട്ടിയത്. കാരണം ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗും ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയ പുതിയ വ്ളോഗുകളൊക്കെ ഇനിയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ വിലയേറിയ സജഷൻസും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. കുറച്ച് നേരം അവിടെ ചെന്നിരുന്നാൽ തന്നെ വലിയൊരു ആശ്വാസമാണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണല്ലോ നമ്മളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിനുള്ള പ്രചോദനം. മാത്രമല്ല, വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മൊത്തത്തിലൊരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല.